എത്രയോ പേര് ഇതിനു വേണ്ടി പേടിച്ച് നരകിച്ച് ജീവിക്കുന്നത്. എസ്റ്റേറ്റിൽ നിന്നൊക്കെ പണി കഴിഞ്ഞ് പോകുന്നത് രാത്രി കൂരാക്കൂര ഇരുട്ട് സമയത്താ. ഈ സമയത്ത് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വരും മാധ്യമക്കാരും ഈ പറഞ്ഞ അധികാരികളും എല്ലാം ഇവിടെ വരും. വന്ന് അത് പറഞ്ഞ് അത് അവർ കഴിഞ്ഞ് അവർ പോയി. ഈ പറഞ്ഞ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരം ഒരു മനുഷ്യനെ വിലയാണോ അത്? ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്ന വിലയാണോ 5 ലക്ഷം 10 ലക്ഷമോ? അല്ല, ഇതൊരു മനുഷ്യ ജീവിതകാലം വരെ അവൻ ജീവിക്കേണ്ട ഒരു സ്ഥലത്താണ് ഈ സംഭവിക്കുന്നത്. അതിന് ഈ പറയുന്ന പോലെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുത്ത് ഇത് കോംപ്രമൈസ് ആയി, ഇത് ഇനിയിപ്പോ ഒന്നുമില്ല, കൂട് വെച്ച് ഇത് കൂട് വെച്ച് കൊല്ലോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് കൊല്ലൂലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കൊല്ലൂല, ഇത് കൂട് വെക്കും, കുറെ അങ്ങനെ നീക്കി കൊണ്ടുപോകും. പിന്നെ അന്ന് പണ്ഡിതന്മാർക്ക് ഒരു മാനന്തവാടി ആനനെ ഇതാക്കി. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഒരു ന്യൂസ് പോലെ എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ കടന്നുപോയി. അത്രേ ഉണ്ടായിട്ടുള്ളൂ അതിൽ. പക്ഷെ ഇത് ഇങ്ങനല്ല. ഇത് നമുക്ക് ഇതിനൊരു ശക്തമായ നിലപാട് തന്നെ ഇതിന് വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ അഭ്യർത്ഥന. ഇതിന് ശക്തമായി തന്നെ വേണം. ഇത് നമുക്കിത് അങ്ങനെ വിട്ടുകൊടുക്കില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ അടുത്തതായി ഇപ്പോൾ കടുവ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശല്യത്തിന് പേടിച്ചിട്ട് ജോലി ചെയ്യാനും വലിയ പാടാണ്. ഇവിടുന്ന് ആന പിടിച്ച് കൊല ചെയ്തിട്ടുണ്ട്. ഈ കടുവനെ പിടിച്ചതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് ഒരു പെണ്ണുങ്ങളെ സ്ത്രീനെ ഒരു 5-8 കൊല്ലം മുമ്പ് ഇതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു പുരുഷനെയും, രണ്ടാളെ ഇതേ പരിസരത്തു നിന്ന് തന്നെ ആന പിടിച്ച് കൊല ചെയ്തിട്ടുണ്ട്. പിന്നെ കാട്ടിപ്പോത്തുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ് ഫുള്ള് നമ്മളെ ഈ പറമ്പിൽ കൂടിയൊക്കെ.